പരിചയപ്പെടാം കേട്ടോ. സോറി എല്ലാവരോടും. ഓക്കെ ഓക്കെ സർ, ഓക്കെ തുടങ്ങാം. നമ്മുടെ 12ാമത്തെ സെഷനാണ്. ഇന്ന് വളരെ തിരക്ക് പിടിച്ച ഒരു ദിവസമാണ്. ഒഫീഷ്യലി കുറെ തിരക്കുകളുള്ള സമയമാണ്. പക്ഷേ നമ്മുടെ സെഷൻ നമുക്ക് ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇടാതെ പോകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചിരിക്കും. സോ അപ്പൊ നമ്മൾ ഇന്ന് നല്ലൊരു സബ്ജക്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഫ്രീക്വൻസി ഓഫ് ഇമോഷൻ എന്നാണ് നമ്മൾ ഇന്ന് സബ്ജക്റ്റ്. നമുക്കറിയാം, ഈ യൂണിവേഴ്സ് മൊത്തം എനർജിയാണ് അല്ലെ. ആൽബർട്ട് ഐൻസ്റ്റീൻ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സ് ഫുള്ളും എനർജിയാണ്. നിങ്ങളുടെ ഫ്രീക്വൻസിയും കൂടി ആ എനർജിയുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ വരുമ്പോഴേ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിക്കോള ടെസ്ലയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കോട്ടുണ്ട്. ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ദ സീക്രട്സ് ഓഫ് ദ യൂണിവേഴ്സ്, തിങ്ക് ഇൻ ടേംസ് ഓഫ് എനർജി, ഫ്രീക്വൻസി ആൻഡ് വൈബ്രേഷൻ. നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിന്റെ സീക്രട്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ എനർജി, ഫ്രീക്വൻസി, വൈബ്രേഷൻ എന്നീ തലങ്ങളിൽ നിങ്ങൾ ചിന്തിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് സ്പിരിച്വൽ ബീയിങ്സ് കമ്മിങ് ടു എർത്ത് ടു എന്താ പറയാ, എക്സ്പീരിയൻസ് ഹ്യൂമൻ ലൈഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സ്പിരിച്വൽ ബീയിങ്സ് ആണ്, ഹ്യൂമൻ ഫോംസിലാണ് എന്നേ ഉള്ളൂ. അതാണ് അതിന്റെ യഥാർത്ഥ ബേസ് വരുന്നത്. ഇപ്പോ നമുക്ക് ധാരാളം ഇമോഷൻസ് ഉണ്ട്, നമുക്കറിയാം. കുറച്ച് ഇമോഷൻസ് പറയാമോ, ജസ്റ്റ് റാൻഡം ആയിട്ട്? പോസിറ്റീവോ നെഗറ്റീവോ ഇമോഷൻസ്? anger, happy, യെസ്, ആങ്കർ, ഹാപ്പി, fear, sad, anxiety, ഫിയർ, ആങ്സൈറ്റി. sadness. അതെ, പലതിന്റെ ഭാഗമാണ്, എന്നാലും അതിന് ബേസിക് ആയിട്ട് ഒരു ഇമോഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഇമോഷൻസ് അത് നമ്മുടെ ഉള്ളില് വരുന്ന ഒരു ഭാവമാണ് ശരിക്കും. ആക്ച്വലി എനർജി എന്ന് പറയുന്നത് ശരിക്കും പ്യുവർ ആണ്. അത് നമുക്ക് നമ്മുടെ ആ ചെറിയ കുട്ടികൾ കാണുന്ന ആ ഒരു സംഭവമില്ലേ, അതാണ് ശരിക്കും പ്യുവർ എനർജി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്. പിന്നീട് നമ്മുടെ ഈ ഇമോഷൻസ് ആണ് ശരിക്കും ആ എനർജിയെ ഡൈവേർട്ട് ചെയ്യുന്നത് നല്ലതിലേക്ക്, ചീത്തയിലേക്ക്. അങ്ങനെ അതിന്റെ റിസൾട്ട് മാറ്റുന്നത് നമ്മുടെ ഇമോഷൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇമോഷൻസിനെ കുറിച്ച് ഒന്ന് പഠിക്കാം. ഈ ഫ്രീക്വൻസി ലെവലും ഇമോഷൻസും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ചില സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ഒരേ പ്രശ്നങ്ങൾ തന്നെ ചില ആളുകൾക്ക് റിപ്പീറ്റ് ചെയ്ത് വരും. എന്തുകൊണ്ടാണ് എനിക്ക് തന്നെ ഇങ്ങനെ തന്നെ വരുന്നത് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അപ്പോൾ അത് എന്താണ് എന്ന് വെച്ചാൽ, യൂണിവേഴ്സ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് കാര്യങ്ങൾ. യൂണിവേഴ്സ് എനർജിയുടെ ലാംഗ്വേജിലാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഈ യൂണിവേഴ്സിന് ഒരിക്കലും വിക്ടിംസിന് ആവശ്യമില്ല. അപ്പോ യൂണിവേഴ്സ് ഒരേ പ്രശ്നങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ എന്തോ ഒന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്, നമ്മൾ എന്തോ ഒന്ന് മാറ്റാനുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, വൈബ്രേഷനെ സംബന്ധിച്ച് ഒരു ചാർട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ജസ്റ്റ് സെക്കൻഡ്, ഞാനതൊന്ന് എടുക്കാം. ജസ്റ്റ് അത് സ്ക്രീനിൽ വെച്ചാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും? ഓക്കെ ആണോ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഉണ്ട്. ഓക്കെ, അപ്പോ ഇതില് നമുക്ക് താഴേന്ന് തുടങ്ങാം. ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ 1 to 20 ഹെർട്സ് ആണ് ഫ്രീക്വൻസി.
1 to 20 ഹെർട്സ് ഫ്രീക്വൻസി, നമുക്കറിയാലോ ഫ്രീക്വൻസി സീറോ, അതിനെ കുറിച്ച് പറയണ്ട. ഫ്രീക്വൻസി സീറോ എന്ന് വെച്ചാൽ എനർജി സീറോ, ആള് ലിവിങ് അല്ലാതാണ്. ആള് ജീവനോടുണ്ടെങ്കിൽ 1 ഹെർട്സ് തൊട്ട് ഫ്രീക്വൻസി തുടങ്ങാണ്. അപ്പോൾ ഒരു മനുഷ്യന്റെ ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 to 20 ഹെർട്സ് ആണ്. 1 to 20 ഹെർട്സ് എന്ന് പറഞ്ഞാൽ അത് ഷെയിം എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസിയാണ്. ഷെയിം, മലയാളത്തിൽ നാണക്കേട്, അല്ലെങ്കിൽ എന്താ ഇപ്പം അതിന് പറയാം, സ്വയം തന്നെ യാതൊരു വർത്തും ഇല്ലാത്ത, സ്വയം അംഗീകരിക്കാത്ത ഒരു അവസ്ഥ. ഷെയിം, എല്ലാത്തിനും ഞാൻ ഒന്നിനും പറ്റുന്ന ആളല്ല, എൻ്റെ ലൈഫ് വെറും നരക തുല്യമാണ്, അങ്ങനെ ഉള്ള ഒരു വൈബ്രേഷനിൽ ജീവിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടാവും അല്ലെ. അവരുടെ ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസിയിലാണ്, ഈ യൂണിവേഴ്സിലെ ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസിയിലാണ് അവർ ജീവിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അതാണ് നമ്മുടെ ഏറ്റവും എന്താ പറയാ, ഒരിക്കലും നമ്മൾ അതിൽ നിന്നാൽ നമുക്ക് സക്സസ് പോയിട്ട് നമുക്ക് ശരിക്കും നരക തുല്യം എന്ന് തന്നെ പറയാം. അതിന്റെ അപ്പുറത്തേക്ക് ഒരു വാക്ക് എനിക്ക് കിട്ടുന്നില്ല ആ ഒരു അവസ്ഥയെക്കുറിച്ച്. ദെൻ കുറച്ചുകൂടി അവര് ഒന്ന് റൈസ് ആവുകയാണെങ്കിൽ ഒരു 30 ഹെർട്സ് കിട്ടും. നമുക്ക് രണ്ടാമത് താഴെ നിന്ന് നോക്കുമ്പോൾ രണ്ടാമത് വരുന്ന ഗിൽറ്റ്. അപ്പം ഒരു കുറ്റബോധമൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ. ഞാൻ എന്താണ് ഇങ്ങനെ ഐസൊക്കെ പാഴാക്കി കളയുന്നത്, എനിക്കൊരു നേട്ടവും ഇല്ലല്ലോ, ഞാനൊന്നും ഗെയിൻ ചെയ്തില്ലല്ലോ എന്നൊക്കെ തോന്നുന്ന ഒരു സമയം. അതും ഗിൽറ്റാണ്. അത് ഈ ഷെയിമിൽ നിന്ന് കുറച്ചൊന്ന് മാറി എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കുറ്റം പറയുക, ബ്ലെയിം. അത് അവരുടെ കുറ്റമാണ്, ഇത് ഇവരുടെ കുറ്റമാണ്. ഈ പറയുന്ന ആൾക്ക് ഇതുമായിട്ട് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല, ഒന്നുമില്ല. ഓക്കെ, അതാണ് നമ്മൾ കുറച്ചുകൂടി വന്നാൽ 30 ഹെർട്സിൽ വന്നാലുള്ള വരുത്. ദെൻ 50 ഹെർട്സിൽ വരുമ്പോൾ അപതി എന്ന് പറയുന്ന ഒരു ഇതാണ്. അതൊരു എന്താ പറയാ, ഒരു നിർവികാരത എന്നൊക്കെ നമുക്ക് പറയാം. നിർവികാരത, അതിന്റെ ഒരു സ്റ്റേറ്റ് പറയുന്നത് ഡെസ്പയർ എന്നാണ്. ഒരു നിരാശയുള്ള ഒരവസ്ഥ. ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നടന്നാലും പിന്നെയും സ്വയം ഇങ്ങനെ ചിന്തിക്കാനൊക്കെ തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പം ഈ പറഞ്ഞ പോലെ എന്താ ഇപ്പൊ എല്ലാം കഴിഞ്ഞു പോയി, അങ്ങനെ പാസ്റ്റിനെ കുറിച്ച് ഇങ്ങനെ നിരാശയോടുകൂടി കഴിയുന്ന ഒരു സമയം. ദെൻ കുറച്ചുകൂടി വന്നാല് ഒരു 75 ഹെർട്സിലേക്ക് നമ്മൾ ഉയരുകയാണെങ്കിൽ അത് ഗ്രീഫ് എന്നാണ് പറയാ. അപ്പം പരാതികൾ പറയാൻ തുടങ്ങുന്ന ഒരു സമയം. അത് അപ്പം ഒരു റിഗ്രറ്റ് സ്റ്റേറ്റ് ആണ്, ഒരു ഖേദമുണ്ട്, എന്നാൽ അതങ്ങനെ അന്ന് സംഭവിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെ വന്നത് എന്നൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് ചിന്തിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, 75 ഹെർട്സിൽ നിൽക്കുന്നത്. ദെൻ അവിടെ നിന്നും കുറച്ചുകൂടി റൈസ് ആയി വരുമ്പോഴാണ് 100 ഹെർട്സിൽ എത്തുന്നത്. അവിടെ എത്തുമ്പോഴാണ് ഫിയർ എന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ എത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ പറയുമ്പോൾ നിസ്സാരമായിട്ടാണ് പേടിയാണ് എന്ന് പറയുന്നതെങ്കിലും ഈ ഫിയറിലെത്താൻ ഈ പറഞ്ഞ ഓരോ ഫ്രീക്വൻസി നമ്മൾ കടന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഫിയർ എന്ന് പറയുമ്പോൾ അവിടെ പേടി ആണ്. നമുക്ക് എന്തൊക്കെയോ ചെയ്യണം, എന്തൊക്കെയോ മാറ്റങ്ങൾ വരണം, പക്ഷേ പേടിയാണ്, ആക്ഷൻ എടുക്കാൻ പേടി, അങ്ങനെയുള്ള ഒരവസ്ഥ. ആ സമയത്ത് ആങ്സൈറ്റിയാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആങ്സൈറ്റി സ്റ്റേറ്റ് ആണ്. കാരണം ഒന്നിനും ഒരു സക്സസ് ഒരു ഇതില്ല, ഉറപ്പില്ല. അതുകൊണ്ട് എപ്പോഴും ആങ്ഷ്യസ് ആയിട്ട് അങ്ങനെ പോകാറുള്ളൂ. ദെൻ ആ ഫിയറിനെ ഓവർകം ചെയ്ത് വരുന്ന സമയത്താണ് ഡിസയർ 125 എത്തുന്നു നമ്മൾ. അപ്പോഴാണ് ഡിസയർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്. ഡിസയർ നമുക്ക് മലയാളത്തിൽ അങ്ങനെ ഒരു എന്താ പറയാ, ആസക്തി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ക്രേവിങ് സ്റ്റേറ്റ്, ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന, ശരിക്കും ഈ മോട്ടിവേഷൻസ് ഒക്കെ കയറി തട്ടുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ഇപ്പോ നമ്മൾ ഇവിടെ മോട്ടിവേഷനെ കുറിച്ച് നമ്മൾ പറയാറില്ല, കാരണം അതിനൊരു സ്ഥായിയായ ഒരു റിസൾട്ട് ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. പക്ഷെ ഈ മോട്ടിവേഷൻ സ്പീക്കർമാരുടെ ചില ചെറിയ വീഡിയോകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഈ സ്റ്റേറ്റിലുള്ളവർക്ക് അത് പെട്ടെന്ന് തട്ടും.
ഡിസയർ സ്റ്റേറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ജസ്റ്റ് കണക്ട് ചെയ്യാൻ പറ്റൂ. അങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഡിസയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫിയറിന്റെ തൊട്ട് മുകളിലുള്ളതായതുകൊണ്ട് തന്നെ എപ്പോഴും താഴേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസിയാണ്. അതുകൊണ്ടാണ് ചില ആൾക്കാർ പറയുന്നേക്കാം, ഓ എന്ത് മോട്ടിവേഷൻ, ഞാൻ കുറെ ആയി കേൾക്കുന്നു, എനിക്കൊന്നും ഒരു മാറ്റവും ഇല്ല എന്നിങ്ങനെ ആൾക്കാർ പറയാറുണ്ട്. അതിന്റെ റീസൺ ഇതാണ്, അവര് ശരിക്കും ഫിയർ സ്റ്റേറ്റിലാണ് ഉള്ളത്, അവിടം വരെ എത്തിയിട്ടുള്ളൂ. ദെൻ അവര് ഡിസയറിലേക്ക് ഇങ്ങനെ എത്തുന്ന സമയത്ത് അവർക്ക് മോട്ടിവേഷൻ കേൾക്കുന്നു, ഒരു സ്പാർക്ക് ഒക്കെ അടിക്കുന്നു, പക്ഷെ അവര് വീണ്ടും ഫിയർ സ്റ്റേറ്റിലേക്ക് പോകുന്നു. അപ്പൊ അവർക്ക് ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു ഇതൊന്നുമില്ല, അതിനുള്ള ധൈര്യമില്ല. ഓക്കെ, അതാണ് ആ ഡിസയർ സ്റ്റേറ്റ്. ദെൻ 150 ഹെർട്സിലേക്ക് വരുമ്പോൾ ആങ്കർ ആവും. നമ്മൾ അവിടുന്ന് ഈ മോട്ടിവേഷനൊക്കെ ഇങ്ങനെ മനസ്സിലായി കുറച്ച് അതിനെക്കുറിച്ചുള്ള റിയലൈസേഷൻ ഒക്കെ ഇങ്ങനെ വെക്കാൻ തുടങ്ങുമ്പോഴാണല്ലോ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ശരിക്കും ആങ്കർ വരാൻ തുടങ്ങും. കാരണം ഒന്നും നടക്കുന്നില്ല, ഏഹ് പലതും നമ്മൾ കേട്ട് പഠിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. പക്ഷേ ഈ ഡിസയർ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ഫിയർ തൊട്ട് പുറകിൽ നിന്ന് വലിക്കുന്നുണ്ട്. ആ സമയത്ത് ആങ്കർ ഫീലിലേക്കാണ് നമ്മൾ എത്തുന്ന 150 ഹെഡ്സ്. ഓക്കെ, അപ്പം നമുക്ക് നമ്മളോട് വെറുപ്പ്, മറ്റുള്ളവരോട് വെറുപ്പ്, നമുക്ക് സംഭവിച്ച കാര്യങ്ങളോട് വെറുപ്പ്. ഓക്കെ, അപ്പം ആ ഒരു ആങ്കർ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നാലും നമുക്ക് പ്രത്യേകിച്ച് യാതൊരു പ്രോഗ്രസ്സും ഉണ്ടാവുന്നില്ല. നമ്മുടെ ചുറ്റുമുള്ളവർ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സുകൾ സഹിക്കുകയും ചെയ്യണം. ദെൻ 175ലേക്ക് നമ്മൾ എത്തുമ്പോൾ പ്രൈഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലെത്തും. പ്രൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു ഗർവ്, ഒരു കുറച്ചൊക്കെ ഒരു അഹങ്കാരം തോന്നുക എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റ് പറയാം. അപ്പോൾ നമുക്ക് മറ്റുള്ളവരോടൊക്കെ ഒരു പുച്ഛം, ഈ അഹങ്കാരം ആണല്ലോ നമ്മളെ തൊട്ട് നമ്മുടെ പുറകിൽ നിൽക്കുന്നത്. അപ്പോൾ എന്തൊക്കെയോ ആണ്, ശരിക്കും ഒന്നുമല്ല, ഒന്നും അവിടെ എത്തിയിട്ടില്ല. പക്ഷെ ഈ ഒരു മറ പോലെ അഹങ്കാരം ആണ് മുന്നിട്ട് നിൽക്കുന്നത്, നമ്മുടെ ഗ്രോത്തിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ധിക്കാര ഭാവത്തിലൊക്കെ അങ്ങനെ നിൽക്കും. ദെൻ നിങ്ങൾ ഈ ഇതില് സ്ലൈഡിൽ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, തുടക്കത്തില് 100 ആകുന്നത് വരെ ഒരു റെഡിഷ് ഇതാണ് കളറാണ് അല്ലെ ഇവർ കൊടുത്തിരിക്കുന്നത്. ദെൻ ആ ഫിയർ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് റെഡ് പോകുന്നത്. ഫിയർ വരെ റെഡാണ്, കാരണം ഡേഞ്ചറസ് സ്റ്റേറ്റ് ആണ്. ഏത് നിമിഷവും അതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. ഫിയർ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ഓറഞ്ച്, ആ റെഡിന്റെ ഒരു ഇന്റൻസിറ്റി കുറഞ്ഞു. ദെൻ യെല്ലോയിലേക്ക് കടക്കുന്നു. ഈ ഗ്രീൻ എന്താ പറയാ സിഗ്നൽ, നമ്മൾ അങ്ങനെയാണല്ലോ പറയുന്നത്, ഗ്രീൻ സിഗ്നൽ കാട്ടുക എന്ന് പറയുന്നത് കറേജിൽ എത്തുമ്പോഴാണ്. അപ്പൊ ഈ കറേജ് എന്ന് പറയുന്ന, ഈ ധൈര്യം എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നമ്മൾ എത്തിയാൽ മാത്രമേ നമുക്ക് ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകാൻ പറ്റൂ. ഒരു പഠനം പറയുന്നത് ലോകത്തിലെ 85% ജനങ്ങളും ഈ 200 ഹെഡ്സിന്റെ താഴെയാണ് ജീവിച്ചു പോകുന്നതെന്നാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, എത്ര വളരെ ചുരുങ്ങിയ ശതമാനം മാത്രമേ ഈ 200 ഹെഡ്സിനെ അതിജീവിച്ച് അതിന്റെ മുകളിലത്തെ ഫ്രീക്വൻസിയിലേക്ക് വരുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത്രയും കുറഞ്ഞ ആളുകൾ മാത്രം സക്സസിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പൊ കറേജ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം, നമ്മൾ ഇന്ന് ഇവിടെ എത്ര പേരുണ്ട്? ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ സ്ലൈഡിലാണ്. ഓക്കെ, എത്ര പേരുണ്ട്? 11. ഓക്കെ, 10ലധികം ആൾക്കാരുണ്ട്. ഓക്കെ, ഇത്രയും ആൾക്കാര് ഉറപ്പായിട്ടും എന്താണ് കറേജ് സ്റ്റേറ്റിലുള്ളതാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. കാരണം ആ ഒരു ഫ്രീക്വൻസി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഇവിടെ വന്ന് ഇതിനെക്കുറിച്ച് പഠിക്കാനിരിക്കില്ല. ഓക്കെ, അപ്പോ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കറേജ് സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് ഇനി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, കറേജ് സ്റ്റേറ്റ് കൊണ്ട് നിർത്താതെ വീണ്ടും മുന്നിലേക്ക് പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ദെൻ ഞാൻ അതിന്റെ കുറച്ചുകൂടി ഒരു കറേജ് തൊട്ട് നമുക്ക് വരുന്ന മാറ്റങ്ങൾ,
പറയാം. കറേജ് നമുക്ക് ഒരു ഉറപ്പാണ് നമുക്ക് തരുന്നത്. നമ്മളെക്കുറിച്ച് നമ്മളൊരു സെൽഫ് കോൺഫിഡൻസ്, ഒരു സെൽഫ് എസ്റ്റീം ഒക്കെ വന്നു തുടങ്ങുന്ന ഒരു സമയമാണ്. ലെവൽ ഓഫ് എംപവർമെന്റ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ ലൈഫിൽ എന്തൊക്കെയോ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഇനി നമുക്ക് നേടാം എന്നൊക്കെ ആ ഒരു ചിന്തകൾ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് കറേജ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ന്യൂട്രാലിറ്റി. അതൊരു 250 ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരു ട്രസ്റ്റ് ഒക്കെ തോന്നും. സ്വന്തമായിട്ടും ട്രസ്റ്റ് തോന്നും, മറ്റുള്ളവരെയും ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു സക്സസിലേക്കൊക്കെ പോകാൻ പറ്റുന്നത്. എനർജി ബിക്കംസ് വെരി പോസിറ്റീവ്. ഈ ന്യൂട്രാലിറ്റി സ്റ്റേറ്റിൽ നമ്മൾ എത്തിയാൽ മാത്രമേ നമ്മൾ പോസിറ്റീവ് എനർജി ഉള്ള ആളാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഓക്കെ, ഇന്നർ കോൺഫിഡൻസ് ഒക്കെ തുടങ്ങുന്ന സമയമാണത്. ഓക്കെ, കറേജിൽ നിൽക്കാതെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് കിട്ടുന്നത്. ദെൻ അവിടുന്ന് നമ്മൾ മുകളിലേക്ക് പോകുമ്പോഴാണ് വില്ലിങ്നെസ് എന്ന് നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമിസം ആണ്, ശുഭാപ്തി വിശ്വാസം, എല്ലാം നന്നായി നടക്കുമെന്നുള്ള ഒരു ഫെയ്ത്ത് കിട്ടുന്ന ഒരു സ്റ്റേറ്റ് ആണത്. അവിടെ ഗ്രോത്ത് ഇസ് റാപ്പിഡ്, ഓവർകം ഇന്നർ റെസിസ്റ്റൻസ് ടു ലൈഫ്. നമ്മുടെ ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള റെസിസ്റ്റൻസിനെ, തടസ്സങ്ങളെ നമ്മൾ ഓരോന്നായിട്ട് അത് ബ്രേക്ക് ചെയ്ത് നമ്മൾ ഗ്രോത്തിലേക്ക് പോകുന്ന ഒരു സ്റ്റേറ്റ് ആണ്. നെക്സ്റ്റ് വൺ അക്സെപ്റ്റൻസ് 350. വണ്ടർഫുൾ സ്റ്റേറ്റ് ആണ്. നമ്മൾ അതിലെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എത്ര മനോഹരമാണെന്ന്. ഇതിന്റെ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫൊർഗീവ്നെസ് സ്റ്റേറ്റ് ആണ്. നമ്മൾ എല്ലാത്തിനോടും ഫൊർഗീവ്നെസ് ആണ്. വന്നതിനും ഇനി വരാനിരിക്കുന്നതിനും എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, അതാണ് ശരിക്കും ഈ ഒരു 350 ഹെർട്സ് ഫ്രീക്വൻസി നമ്മൾ നേടിയാലുള്ള പ്രത്യേകത. ഇവിടെ പറയുന്നത് അക്സെപ്റ്റൻസിൽ വന്നാൽ മേജർ ട്രാൻസ്ഫോർമേഷൻ, യു ആർ ദ സോഴ്സ് ആൻഡ് ക്രിയേറ്റർ ഓഫ് ലൈഫ്. അക്സെപ്റ്റൻസിൽ എത്തിയാലുണ്ടല്ലോ നമുക്ക് പുറകിന്ന് ഒരാളും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള, ഗ്രോത്തിനുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ തന്നെ നടന്ന് നീങ്ങും. അതാണ് ഈ അക്സെപ്റ്റൻസ് സ്റ്റേറ്റസ് 350. ഓക്കെ, ദെൻ 400 റീസൺ അഥവാ യുക്തി, വിവേകപൂർണമായ ഒരു ഇടപെടലുകൾ നടക്കുന്ന സമയമാണ്. നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലെ. ഇന്റലിജൻസും നോളജും, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അതിങ്ങനെ വർക്കൗട്ട് ചെയ്യണം എന്നുള്ള ഒരു സ്റ്റേറ്റ് നിൽക്കുന്നു. ദെൻ അതിൻ്റെയും മുകളിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ 500 ലവ് സ്റ്റേറ്റിൽ എത്തുന്നത്. ലവ് സ്റ്റേറ്റിൽ എത്തുമ്പോൾ നമ്മൾ സ്വയം നമ്മളെ ബഹുമാനിക്കുന്നു, മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കുന്നു. അപ്പൊ ബഹുമാനിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു ഫീല് കൂടി നമുക്ക് അവിടെ അറിയാൻ പറ്റും. കാരണം നമ്മൾ ലവ് സ്റ്റേറ്റിലാണ്, നമ്മൾ ആരെയും വെറുക്കുന്നില്ല, ശത്രുവിനെ പോലും നമ്മൾ വെറുക്കുന്നില്ല. ആ ഒരു മൈൻഡ് സ്റ്റേറ്റിന്റെ ഒരു എന്താ പറയാ എസെൻസ് എത്രയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ആ സ്റ്റേറ്റിൽ ശരിക്കും കുട്ടികൾക്ക് മാത്രം കിട്ടുന്ന ഒരു പ്യുവർ സ്റ്റേറ്റ് ആണ് ഈ ലവ് സ്റ്റേറ്റ്. ഓക്കെ, ട്രൂ ഹാപ്പിനെസ്. അതുകൊണ്ടാണല്ലോ കുട്ടികൾ ട്രൂ ഹാപ്പിനെസ് അനുഭവിക്കുന്നത്. കണ്ടില്ലേ, അവരുടെ ഉള്ളിൽ ഈ ലവ് ആണ് നിറഞ്ഞു നിൽക്കുന്നത്. ഓക്കെ, ആ സമയത്താണ് നമുക്ക് ഹാർട്ടൊക്കെ വളരെ ക്ലിയർ ആയി വരുന്നത്, ഇൻറ്റ്യൂഷൻസ് ഒക്കെ കിട്ടുന്ന സമയം. ദെൻ അവിടെ നിന്ന് മുകളിലേക്ക് പോയി 540 ജോയെ കുറിച്ച് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരി, ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ സന്തോഷിക്കുന്നു എന്ന് പറയുന്നത് ശരിക്കും എന്താ, ഒരു പ്ലഷറാണ്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വീട്ടിൽ നടക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ കരിയറിൽ നടക്കുന്നു, അതുകൊണ്ട് നമ്മൾ ഒരു ചെറിയൊരു പ്ലഷർ നമുക്ക് കിട്ടും ബ്രെയിൻ. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ജോയി സ്റ്റേറ്റിലാണ്. നമ്മൾ ശരിക്കും അല്ല കേട്ടോ. ജോയി എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയാ വലിയ ഹൈ ഫ്രീക്വൻസി ഇമോഷനാണ്. അത് എന്താ പറയാ, മലയാളത്തിൽ ഇപ്പം ആനന്ദം എന്നൊക്കെ
നമുക്ക് പറയാൻ കഴിയുമെന്നറിയില്ല. ഒരു ഒരു നമുക്ക് വേർഡ്ലെസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് തന്നെയാണ് ശരിക്കും. ജോയ് എന്ന് നമ്മൾ ഒരു വാക്ക് ഉപയോഗിക്കുന്നെങ്കിലും അതുകൊണ്ടാണ് അതിന് 540 ഫ്രീക്വൻസി ഇട്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം. ഓക്കെ, നമ്മുടെ സമയം കഴിയാറായി. ദെൻ ഞാൻ ചുരുക്കി പറയുന്നു, 600 ആണ് അടുത്ത നെക്സ്റ്റ് ലെവൽ പീസ്. ഓക്കെ, പീസിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നല്ലാതെ ആ സ്റ്റേറ്റ് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് എന്തെങ്കിലും. പക്ഷെ പറ്റും. ഓക്കെ, നമ്മൾ അതിലെത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക. അതിനു വേണ്ടിയുള്ള ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെടുക. നമ്മുടെ ഇമോഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ആ ഫ്രീ വൈബ്രേഷൻ ആ സമയത്താണ് നമുക്കൊരു പരമാനന്ദമൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു നമ്മുടെ സോഴ്സിനെ കുറിച്ച് നമ്മൾ കോൺഷ്യസ് ആകുന്നു. നമ്മൾ അതിലേക്ക് സറണ്ടർ ആകുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. ഓക്കെ, ദെൻ 700 to 1000 അത് എൻലൈറ്റ്മെന്റ്. നമ്മുടെ കഴിഞ്ഞു പോയ സ്പിരിച്വൽ ലീഡേഴ്സ് ഒക്കെ ഈ ഈ ഫ്രീക്വൻസിയുടെ മുകളിലാണ് നമ്മുടെ മുൻകാല സ്പിരിച്വൽ ലീഡേഴ്സ്. ഓക്കെ, അപ്പൊ ആ ഒരു പിന്നെ 700 to 1000 എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പ് ഫ്രീക്വൻസിയാണ്. പവർഫുൾ ഇൻസ്പിറേഷൻ, നമ്മൾ എന്താ പറയാ, എനർജിയൊക്കെ നമ്മൾ ഇങ്ങോട്ട് എന്താ പറയാ അട്രാക്ട് ചെയ്യുന്ന, നല്ല നല്ല കാര്യങ്ങൾ അട്രാക്ട് ചെയ്യുന്ന പരമാനന്ദം ആൻഡ് എന്താ പറയാ എൻലൈറ്റഡ് സ്റ്റേറ്റ്, നമ്മുടെ സോഴ്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഡിവൈൻ ഒരു അവസ്ഥ. ഓക്കെ, അപ്പൊ നമ്മൾ സമയം തീരാറായി. ഞാൻ ഈ സ്ലൈഡ് സ്റ്റോപ്പ് ചെയ്യാണ്. ദെൻ നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. പറയാനുള്ളതെന്ന് വെച്ചാല് നമ്മള് ഈ ഒരു ഫ്രീക്വൻസി അറ്റൈൻ ചെയ്യുക എന്നുള്ളത്, അതിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇത് ഓരോ ഫ്രീക്വൻസിക്കും ഇങ്ങനെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് യൂണിവേഴ്സൽ റൂളാണ്. യൂണിവേഴ്സൽ റൂൾ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അത് യൂണിവേഴ്സലി ഉള്ള എന്തൊക്കെയാണോ അതിന്റെ ബെനിഫിറ്റ്സ് അത് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്നെ രക്ഷിക്കാൻ ചില ആൾക്കാർ എപ്പോഴും കരഞ്ഞടക്കുന്നുണ്ട്. എന്നെ രക്ഷിക്കാൻ ആരാണ്, എന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ ആരാണ് എന്നൊക്കെ ഇങ്ങനെ. ശരിക്കും പുറത്തേക്കല്ല നോക്കേണ്ടത്, നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തി നോക്കൂ. ദെൻ യൂണിവേഴ്സ് നമുക്കുള്ള ആ ഒരു സൊല്യൂഷൻസും നമുക്ക് വേണ്ട കാര്യങ്ങളും ഒക്കെ നമുക്ക് കാട്ടിത്തരും. ഓക്കെ, ഇനി നമ്മുടെ ഫീഡ്ബാക്കിനും നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യാനും വേണ്ടി ഞാൻ കുറച്ച് സമയം എടുക്കുകയാണ്. ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത് പറയാം. വെൽക്കം. സാർ ഈ സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കണേ. ഓക്കെ, ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടാം, നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക്. ക്ലാസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഫ്രീക്വൻസി ലെവലൊക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അതുകൊണ്ട് കുറച്ചും കൂടി ഒരു സന്തോഷം തോന്നി. ഇങ്ങനെ ഓരോ സ്റ്റേജിനെ കുറിച്ച് മനസ്സിലായി. അത് നേടിയെടുക്കണം എന്നുള്ള ഒരു ഇത് മനസ്സിലോട്ട് വന്നു. താങ്ക് യു രേഖമ്മ. താങ്ക് യു സർ. പിന്നെ സാർ, ഫ്രീക്വൻസി ഓഫ് ഇമോഷൻ എന്ന ടോപ്പിക്ക് സാർ ശരിക്കും എന്താ പറയാ ഒരു നല്ലൊരു വിഷ്വലൈസ് ചെയ്യത്തക്ക രീതിയിലാണ് ഈ ടോപ്പിക് സാർ പ്രസന്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ ഷെയിൻ മുതൽ എൻലൈറ്റ്മെന്റ് വരെയുള്ള സ്റ്റെപ്സ് ഫോർ ഡെവലപ്മെന്റ് ഓർ ഗ്രോത്ത് സാർ വളരെ നല്ലതായിട്ട് പിക്ചറൈസ് ചെയ്ത് കാണിച്ചു തന്നു. ഇറ്റ്സ് ഓക്കെ, വെരി ഫൈൻ. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ലൈഫ് സ്റ്റേജിൽ നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാകേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ഗ്രോത്ത് പോകേണ്ടത്, ഇതൊക്കെ സാറ് വണ്ടർഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. നല്ലൊരു ഇൻസൈറ്റ് ഉണ്ടായി. പിന്നെ യൂണിവേഴ്സ് നമ്മളോട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് അത് മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. കാര്യം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പ്രോബ്ലംസോ എന്തെങ്കിലും ഒരേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നെങ്കിൽ യൂണിവേഴ്സ് നമ്മളോട് ഓഫ് കോഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് സാർ പറഞ്ഞില്ലേ, അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ എന്താണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ആ ആൻസർ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മളിലേക്ക് തന്നെ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. നമ്മളിലേക്ക് നമ്മുടെ ഇന്നർ സെൽഫിലേക്ക് പോകുമ്പം നമുക്കതിനുള്ള ആൻസർ കിട്ടും. പിന്നെ എന്താ പറയാ,
ഒക്കെ എല്ലാം വളരെ നന്നായിട്ട് സാർ ഇതിനെ പറ്റി ഒരു ശരിക്കും പറയാൻ ഒരു വരച്ചു കാണിച്ചു തന്നു എങ്ങനെയാണെന്നുള്ളത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതായത് ഈ ഒരു ക്ലാസ് വളരെ ഫ്രൂട്ട്ഫുൾ ആക്കി തന്നു. ഫ്രീക്വൻസി ഓഫ് ഇമോഷൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി തന്നു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബെസ്സി മാം. ക്ലാസിന്റെ എക്സ്ട്രാക്ട് എടുത്ത് മാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. Then ഹായ് സർ. ആ ഞാൻ ഇത്തിരി സമീറ മാം. ലേറ്റ് ആയ join ചെയ്ത് 10-15 മിനിറ്റ്സ് ലേറ്റ് ആയി. കാരണം ഫസ്റ്റ് ഭാഗം എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിലൊരു ഇങ്ങനെ പടക്കത്തിന് തിരി കൊളുത്തിയിരിക്കുന്ന ഒരു ഫീൽ എനിക്ക്. എങ്ങനെ ഈ ഫ്രീക്വൻസീസിലൊക്കെ എത്തിപ്പിടിക്കും. പക്ഷെ ശരിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തു പോയപ്പോൾ ശരിക്ക് ഇപ്പൊ മാം പറഞ്ഞ പോലെ ഒരു വിഷ്വൽ ചെയ്ത് നമ്മളും ആ ഒരു സെറിനിറ്റി അതിൻ്റെയും ടോപ്പ് എൻലൈറ്റ്മെന്റിലൊക്കെ വരെ എത്തി. പക്ഷെ അത് റിയൽ ലൈഫിൽ അച്ചീവ് ചെയ്യണമല്ലോ അല്ലേ? അതാണ് ടാസ്ക്. എന്തായാലും ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കന്നെ. അതല്ലേ ഇപ്പൊ നമുക്ക് പറ്റൂ. നമ്മളിലേക്ക് നോക്കാനല്ലേ നമുക്ക് പറ്റൂ. തീർച്ചയായിട്ടും അങ്ങനെ പോയിരിക്കണം. അതാണ് ഇപ്പൊ നിങ്ങൾ വീണ്ടും പറഞ്ഞു തന്നത്. എന്തായാലും നന്നായിട്ടുണ്ട്. വെയിറ്റിംഗ് ഫോർ റെക്കോർഡ്. കാരണം ആദ്യം മുതലൊന്ന് കേൾക്കണല്ലോ. താങ്ക് യു സോ മച്ച്. നല്ല താങ്ക് യു സെഷൻ സമീറ മാം. കേട്ടത് അത്രയും. തീർച്ചയായും നമുക്ക് പറ്റും. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് നമ്മള് മിനിമം 200 എന്തായാലും നമുക്കുണ്ട് എന്നുള്ളത്. നമ്മള് അതെ. താഴേക്കല്ല ഒരിക്കലും. ഓക്കെ, ആ 11 പേര് എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിക്കുകയും ചെയ്തല്ല വേഗം ജോയിൻ ചെയ്ത് നന്നായി. അറ്റ്ലീസ്റ്റ് നിങ്ങൾ പറയുന്ന അതിലേക്കെങ്കിലും എത്തിപ്പെടാൻ പറ്റിയല്ലോ. അതും ഭയങ്കര ഇത്. നമ്മളിങ്ങനെ എന്താ പറയാ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുമ്പോഴേ നമ്മളിലേക്ക് തന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നമ്മളല്ലേ മാറ്റാൻ പറ്റുള്ളൂ. അത് ആ ഒരു റിയലൈസേഷൻ കിട്ടുമ്പോൾ തന്നെ കുറേയൊക്കെ നമ്മളൊരു സ്ട്രെസ് ഫ്രീ എന്തൊക്കെയോ ആണ്. അറിയില്ല. എന്തായാലും താങ്ക് യു സോ മച്ച്. നല്ലൊരു റിമംബറൻസ് ആയിരുന്നു. ഓക്കെ. സാർ ഖുറാനിലെ ഒരു വേഴ്സ് ഇപ്പൊ ഓർമ്മ വരുന്നുണ്ട്. ഓരോ ധാന്യമണിയും ആര് ഭക്ഷിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു സെഷനിൽ അറ്റൻഡ് ചെയ്യാൻ അതൊരു നിയോഗമാണ്. ആ നിയോഗമുള്ളവർക്ക് മാത്രമേ ആ സമയത്ത് നമുക്ക് വരാൻ പറ്റൂ. തീർച്ചയായും എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ എത്തണമെങ്കിൽ ആ നിയോഗം നമുക്ക് വേണം. ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള തടസ്സങ്ങൾ വന്നു പോകും. അതാണ് ശരിക്കും പറയാൻ ഒരു നല്ലൊരു ഗ്രൂപ്പാണ് നമ്മുടേത്. വളരെ നല്ല പോസിറ്റീവ് സെഷനാണ്. താങ്ക് യു സർ. താങ്ക് യു. നല്ല വാക്കുകൾക്ക് നന്ദി. അപ്പോ ബെസ്സി മാം പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ എത്താൻ അതിനൊരു നിയോഗമുണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാരും ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, ഇനിയും ഗുഡ് നമുക്ക് ഈവനിങ് സർ. ജേക്കബ് സാർ സാറിനോട് ഒരു പറയൂ. വാക്ക് പറയാൻ ഞാൻ സ്ഥിരമായിട്ട് സംസാരിക്കുന്നവരൊക്കെ സംസാരിക്കട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യായിരുന്നു. ആ ബസീമ ഇപ്പൊ പറഞ്ഞ ആ ഒരു ലാസ്റ്റ് പറഞ്ഞ കാര്യം ഞാനൊരു ഓണറായിട്ട് എടുക്കുകയാണ്. 12ാമത്തെ എപ്പിസോഡിലാണോ ഞാൻ ജോയിൻ ചെയ്യുന്നത്? മുന്നേ ഞാൻ ജോയിൻ ചെയ്തിരുന്നു സാർ. എനിക്ക് അങ്ങോട്ട് ഞാനത് ആലോചിക്കായിരുന്നു കേട്ടോ. ഒരു സെഷൻ ആണോ എനിക്ക് ഇതിന് മുന്നേ 1-2 പറ്റിയിട്ടുണ്ടാവും തോന്നുള്ളൂ. പക്ഷെ ഈ ഒരു സെഷൻ ഇത്രയും ഒരു ഗ്യാപ്പിന് ശേഷം അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര ഒരു ഹാപ്പി ഫീലിംഗ്. ആ ഒരു ഫ്രീക്വൻസി കുറച്ചുകൂടെ റേസ് ആയ ഒരു ഫീലിംഗ് ആക്ച്വലി സാറിന്റെ ഈ ഒരു സെഷൻ ഇന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പം സമീറ മാം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കടമെടുക്കുകയാണ്. അതായത് മാം ഒരല്പം ലേറ്റ് ആയെന്ന്